എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചോട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ കിരണ്ടേയും കല്യാണ്ടേയും ഇന്നത്തെ നല്ലൊരു വിശേഷം കണ്ടാലോ. അങ്ങനെ കാർത്തിയെ പ്രകാശനം കൊണ്ട് പോകുന്ന താൻ പുതിയതായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കമ്പനിയിലേക്കായിരുന്നു. അങ്ങനെ താഴ്ചതും വണ്ടി നിർത്തിയിട്ട് പ്രകാശം നോക്കുവാണ്. എന്റെ ഭഗവാനെ, ഇത്രയും വലിയ കമ്പനിയോ, ഇത്രയും വലിയ കമ്പനിയുടെ ഉടമയായിരുന്നു അവള്. തനിക്ക് വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല. ഭയങ്കര പണക്കാര് തന്നെ. ഈ സമയം കാർത്തിക പറഞ്ഞു, അതെ, ഇതാ ഞാൻ തുടങ്ങാൻ പോകുന്ന പുതിയ കമ്പനി എന്ന് പറയാ. ഇതൊരു ചെറിയ ബ്രാഞ്ച് മാത്രമാ. ഇതിന്റെ മെയിൻ ബ്രാഞ്ച് എല്ലാം ചെന്നൈയില. അവിടെയാ വേര് പിടിച്ചിരിക്കുന്ന പറയാ. ഓ ശരി ശരി, അതെ, പ്രകാശൻ ഇവിടെ ഇരിക്കും, ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ എന്നും പറഞ്ഞ് അങ്ങോട്ട് ഇറങ്ങുമ്പോഴത്തേന് സെക്യൂരിറ്റിക്കാരൻ വന്നിട്ട് പറഞ്ഞു, ആ ഇന്ത്യ ഡിസൈനിന്റെ ആൾക്കാർ വന്നിട്ടുണ്ടെന്ന് പറയാണ്. ഓ ശരി എന്നും പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് കയറി ചെല്ലുവാണ്. ഈ സമയം പ്രകാശനെ കണ്ടിട്ട് സെക്യൂരിറ്റിക്കാരൻ പുതിയ ആളാണെന്ന് ചോദിക്കുക. അതെ, പുതിയ ഡ്രൈവറാന്ന് പറയാം. മാഡം സൂപ്പറാട്ടോ. മാഡത്തിന് ഇഷ്ടപ്പെടുവാണെങ്കിൽ മാഡം എന്ത് വെള്ളം ചെയ്തു തരും. നല്ല രീതിയിൽ തന്നെ മാഡത്തിന്റെ പെരുമാറ്റം, സ്റ്റാഫുകളോടൊക്കെ തന്നെ നല്ല രീതിയിൽ തന്നെ പെരുമാറ്റം. അത് മാത്രമല്ല, പൈസയൊക്കെ ആണെങ്കിൽ സ്റ്റാഫുകൾക്കൊക്കെ നല്ല രീതിയിൽ തന്നെ കൊടുക്കുന്നുണ്ട്. ഇത് കേട്ട പ്രകാശന് സന്തോഷമായി. പ്രകാശൻ പറഞ്ഞു, എന്നെ മാഡത്തിന് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടു, അതുകൊണ്ട് ഇനി എന്റെ കാര്യത്തിൽ ഇനി ഒരു കുഴപ്പമില്ല സെക്യൂരിറ്റിക്കാരനോട് പറയാം. ഈ സമയം അങ്ങോട്ട് കാർത്തിക് കയറി ചെല്ലുമ്പോൾ കല്യാണി ഉണ്ടായിരുന്നു. തന്റെ സ്റ്റാഫിനൊക്കെ ഓരോ നിർദ്ദേശങ്ങൾ കൊടുത്തോണ്ടിരിക്കുക. അങ്ങനെ കാർത്തിക നേരെ കല്യാണിന്റെ അടുത്തേക്ക് ചെല്ലുവാണ്. കല്യാണം പെട്ടെന്ന് തന്നെ ഇതിന്റെ വർക്ക്സ് ഒക്കെ ചെയ്ത് തീർത്ത് തരാമെന്ന് പറയാണ്. കുഴപ്പമൊന്നുമില്ല, നല്ല രീതിയിൽ തന്നെ ചെയ്യണമെന്ന് പറയാം. നല്ല രീതിയിൽ തന്നെ ചെയ്യും, അതിനൊരു കുഴപ്പമില്ലെന്ന് പറയാം. പിന്നെ എനിക്കൊരു ഡ്രൈവറെ കിട്ടിയിട്ടുണ്ടെന്ന് പറയാണ്. ആഹാ, കൊള്ളാലോ, നല്ല വിശ്വസ്തനായ ഡ്രൈവറാന്ന് തോന്നുന്നു കണ്ടിട്ട്. ആഹാ, ഇന്നത്തെ കാലത്ത് ഇങ്ങനെയുള്ള ഡ്രൈവർമാരെ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാ കല്യാണി എന്ന് പറയാണ്. അത് ശരിയാ, ഇന്നത്തെ കാലത്ത് നല്ലൊരു ഡ്രൈവറെ കിട്ടാൻ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാന്ന് പറയാം. അതെ, അന്ന് നിങ്ങൾ ചെയ്യൂട്ടോ, ഞാൻ പോയി ഡ്രൈവറെ ഒന്ന് പറഞ്ഞു വിട്ട് ഇങ്ങോട്ട് വരാം എന്ന് പറയാണ്. പിന്നെ ചില മാറ്റങ്ങളൊക്കെ ഇവിടെ വരുത്താനുണ്ടെന്ന് പറയാം. അത് ഞാൻ വന്നിട്ട് പറയാന്ന് പറയാം. അന്ന് ശരി, അങ്ങനെ ആയിക്കോട്ടെ എന്ന് പറയാണ്. വീണ്ടും കാർത്തിക താഴേക്ക് ഇറങ്ങി വരുവാണ്. താഴേക്ക് ഇറങ്ങി വന്നിട്ട് പ്രകാശനോട് പറഞ്ഞു, അല്ല പ്രകാശന് ഫുഡ് വല്ലതും കഴിക്കണ്ടേ, വിശക്കുന്നില്ലേന്ന് ചോദിക്കുക. അത് കുഴപ്പമില്ല മാഡം, പ്രകാശൻ ഒരു കാര്യം ചെയ്യാം, അപ്പുറത്ത് പോകുന്ന വഴിക്ക് ഫുഡ് കഴിച്ചോ, എനിക്കിപ്പോൾ ഇച്ചിരി തിരക്കുണ്ട്, ഇപ്പം ഞാൻ വരുന്നില്ല. ആ ഇന്ത്യ ഡിസൈൻ ചെയ്യുന്ന ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട്, അപ്പൊ അവർക്ക് വേണ്ട നിർദ്ദേശങ്ങളൊക്കെ കൊടുക്കാറുണ്ട്. പിന്നെ പ്രകാശിന്റെ സാലറിയെ കുറിച്ച് സംസാരിച്ചില്ലോ നമ്മള്. അല്ല അത് കുഴപ്പമില്ല, മാഡത്തിന് ഇഷ്ടമുള്ള തന്നാ മതി. അതെങ്ങനെയാ പ്രകാശ് ശരിയാന്നേ, ഞാൻ തന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പോ കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അതൊന്നും ഒരു കുഴപ്പമില്ല. ഈ സമയം കാർത്തിക മനസ്സിൽ പറയാം, എന്തൊരു താഴ്മയായിട്ട് അഭിനയിക്കുന്നേ, അഭിനയം നിന്റെ കൊള്ള പ്രകാശാന്ന് പറയാം. പിന്നീട് 10,000 രൂപ ബാഗിനകത്ത് നിന്ന് എടുത്തു കൊടുത്തിട്ട് പറഞ്ഞു, ഇതാ 10,000 രൂപ ഉണ്ടെന്ന് പറയണം. 10,000 രൂപ ഇത് അഡ്വാൻസ് പേയ്മെന്റ് ആന്ന് വേണം. ആഹാ, അല്ല മാഡം, ഞാന് കൂടുതലൊന്നും പ്രകാശം പറയണ്ട, എനിക്കറിയാം പ്രകാശിന് കുറെ ആവശ്യങ്ങളുണ്ടെന്ന്. 2 അറ്റാക്ക് കഴിഞ്ഞല്ലേന്ന് ചോദിക്കാം. അതെ മാഡം, മാഡം പറഞ്ഞ ശരിയാ, 2 അറ്റാക്ക് കഴിഞ്ഞ, അതിനേക്കാൾ ഉപരി ഇതിനു മുമ്പ് ഞാൻ പല പ്രതിസന്ധി ഘട്ടങ്ങളൊക്കെ തരണം ചെയ്ത് പോയിട്ടുണ്ട്. എന്റെ മകൻ വിക്രം, അവനിപ്പം ജയിലില്ല, അവനെ എത്രയും പെട്ടെന്ന് ഇറക്കണം. അവന് ഒരു കിഡ്നി മാത്രമേ ഉള്ളൂ. അറിയാ, എന്റെ ഒരു കിഡ്നി അവന് വേണ്ടി ഞാൻ മുമ്പേ ദാനം ചെയ്താ. അതെന്താ അങ്ങനെ? അതൊക്കെ വലിയ കഥകളാ മാഡം. അതുകൊണ്ട് അവന് സംസാരശേഷി തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ട് ചില സർജറികളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് അങ്ങനെയൊക്കെ സംഭവിച്ചു പോയതാ. എനിക്ക് എൻ്റെ അമ്മേനെ എൻ്റെ മകനെ നല്ലപോലെ നോക്കണമെന്ന് എനിക്ക് ആഗ്രഹമുള്ളൂ. അതുകൊണ്ട് ഈ ജോലി എനിക്ക് ആവശ്യമാണ് മാഡം എന്ന് പറയണം. ആഹാ, കൊള്ളാലോ എന്നൊക്കെ കാർത്തിക പറയുന്നുണ്ട്. ഒന്നും അറിയത്തില്ലാത്ത മട്ടില്ല കാർത്തിക സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നീട് പ്രകാശനോട്, പ്രകാശം വിഷമിക്കൊന്നും വേണ്ട കേട്ടോ, ഇനിയിപ്പോൾ പ്രകാശന് പുറത്തുനിന്ന് ഫുഡ് കഴിക്കാൻ ചിലപ്പോൾ മടി കാണുമായിരിക്കും, പൈസ ഒത്തിരി ആവൂല്ലോ എന്നോർത്ത്. അതൊന്നും പേടിക്കണ്ട, പുറത്തുനിന്ന് ഫുഡ് കഴിച്ചിട്ട് അതിന്റെ ബില്ല് എൻ്റെ കൊണ്ട് തന്നാൽ മതി. അതിന്റെ പൈസയൊക്കെ ഞാൻ പേ ചെയ്തോളാം. അത് മാത്രമല്ല, അധികം വൈകാതെ തന്നെ ഇവിടെ കമ്പനി സ്റ്റാർട്ട് ചെയ്യും. കമ്പനി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇവിടെ ക്യാൻറ്റീൻ ഉണ്ടാവും. പ്രകാശിന് ഇവിടെ വന്ന് ഫുഡ് കഴിക്കാൻ ക്യാൻറ്റീനിൽ നിന്ന് അതൊക്കെ ഫ്രീ ആയിട്ടായിരിക്കും. പ്രകാശിന് ഇനിയിപ്പം ഫുഡ് കഴിക്കാനുള്ള പൈസ ലാഭിക്കാം. കിട്ടുന്ന പൈസ പ്രകാശിന് വീട്ടിലേക്ക് ചെലവാക്കാന്ന് പറയാം. പ്രകാശിന് ഇതിൽ പരം വല്ലാത്ത ഒരു സന്തോഷം വേറെ ഇല്ലതാനും. പ്രകാശിന് ഭയങ്കര സന്തോഷമായി. എന്നാൽ ശരി, ഞാൻ അങ്ങോട്ട് ഇറങ്ങട്ടെ മാടെന്ന് പറഞ്ഞുകൊണ്ട് പ്രകാശൻ അങ്ങോട്ട് പോവാണ്. ഈ സമയം കല്യാണിന്റെ അടുത്തേക്ക് കാർത്തിക അങ്ങോട്ട് ചെല്ലുവാണ്. കാർത്തിക എന്നിട്ട് പറഞ്ഞു, അല്ല ഞാൻ പറഞ്ഞല്ലോ ഡ്രൈവറെ പറ്റി, ഡ്രൈവർ നിങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ കൺസ്ട്രക്ഷൻ കമ്പനിയെ കുറിച്ചൊക്കെ. ആഹാ, കൊള്ളാലോ എന്ന് കല്യാണി പറയാണ്. ഇത് കേട്ടപ്പം കല്യാണിന്റെ കൂടെ നിന്ന് സ്റ്റാഫ് പറഞ്ഞു, അല്ല അത് പിന്നെ ഈ കമ്പനിയെ കുറിച്ച് കേൾക്കാതിരിക്കുക കല്യാണിന്റെ കമ്പനിയെ കുറിച്ച്, കാരണം കല്യാണ മാഡത്തിന്റെ കമ്പനി അത്ര നല്ല കമ്പനി അല്ലേ എന്ന് പറയണേ, ഇവിടെ അറിയപ്പെടുന്ന കമ്പനിയാണല്ലോ എന്ന് പറയണേ. ശരിയാ, പിന്നെ ഇവിടെ എത്ര രൂപ സാലറി കാണുമായിരിക്കും ഈ ഡ്രൈവർമാർക്കെന്ന് ചോദിക്കുവാണ് കല്യാണിന്റെ ഒരു സ്റ്റാഫിനോട്. അത് വന്ന ഒരു 20,000 രൂപയ്ക്കേ കാണത്തുള്ളൂ. ഞാൻ അയാൾക്ക് 25,000 രൂപ ഓഫർ ചെയ്തിട്ടുണ്ട്. അയാൾ അത്ര നല്ലൊരു ഡ്രൈവറാണെന്ന് എനിക്ക് തോന്നി, അതാന്ന് പറയണേ. കല്യാണി ശരിയെന്ന് പറയണേ. പിന്നീട് കാർത്തിക ചെയ്യേണ്ട വർക്ക്സിനെ കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ടൊന്ന് പറഞ്ഞു കൊടുക്കുവാണ്. എല്ലാം കേട്ട് കല്യാണം അതെല്ലാം ഞാൻ ഓക്കെ ആയിക്കോളാം എന്ന് പറയാം. അപ്പൊ കല്യാണിന്റെ കൂടെ നിന്ന് സ്റ്റാഫ് പറഞ്ഞു, കല്യാണി മാഡം ഒരു വർക്ക് ഏറ്റെടുത്ത് നല്ല ഭംഗിയായിട്ട് ചെയ്യും, കാരണം സിമ്പിളാന്ന് തോന്നുമെങ്കിലും
നല്ല ഭംഗിയായിരിക്കും കാണാനെന്ന് പറയാണ്. അങ്ങനെ അവർ തമ്മിൽ അങ്ങോട്ട് നല്ല രീതിയിൽ പരിചയപ്പെടുവാണ്. പിന്നീട് കാർത്തി തന്റെ ക്യാബിൽ പോയി ഇരിക്കുവാണ്. ക്യാബിൽ പോയി ഇരിക്കുമ്പോഴാണ് വക്കീൽ അങ്ങോട്ട് വരുന്നത്. ആഹാ, വക്കീൽ സാറ് വരാൻ പറയാണ്. അല്ലെ, ഇവിടുന്ന് ഒരുത്തൻ പോകുന്ന ഞാൻ കണ്ടായിരുന്നു. അവനെ ആയിരിക്കും ഇത്രയും നാളും കാർത്തികമാണ് കാത്തിരുന്നല്ലേന്ന് ചോദിക്കുക. അതാ വക്കീലെ, അവനെ തന്നെ ഞാൻ കാത്തിരുന്നേ, കുറെ കാലങ്ങളായിട്ട് കാത്തിരിക്കുക. അല്ല, മാഡത്തിന്റെ അമ്മ കണ്ടോ അയാളെന്ന് ചോദിക്കുക. കണ്ടിട്ടില്ല, കാണാനുള്ള സമയമാവുന്നുള്ളൂ. കാണുന്ന എന്നാന്നറിയാവോ? കടയുടെ ഉദ്ഘാടനത്തിനെന്ന്. ആ ഉദ്ഘാടനം അപ്പൊ ഭയങ്കര ഗംഭീരമായിട്ട് ആഘോഷിക്കാൻ തീരുമാനിച്ചേ. ഗംഭീരമൊന്നുമല്ല, ഞാൻ കാണും, പിന്നെ എന്റെ അമ്മയും കാണും, പിന്നെ അതോടൊപ്പം തന്നെ കല്യാണി എന്റെ അനിയത്തിമാരെയൊക്കെ കാണും. അത്രേ മാത്രമേ ഉള്ളൂ. ഇത് കേട്ടപ്പോ വക്കീല് പറഞ്ഞു, കാർത്തിക മാഡത്തിന്റെ മനസ്സിലുള്ള കാര്യങ്ങളെല്ലാം അങ്ങനെ ഓരോന്നായിട്ട് നടന്നു വരുന്നുണ്ടല്ലേ നിൽക്കുകയാണ്. അത് പെട്ടെന്ന് അങ്ങനെ നടക്കത്തില്ല. അത് നടക്കാനേ കുറച്ച് സമയം കൂടെ സാവകാശം വേണമെന്നുണ്ട്. അതെന്താ അങ്ങനെ പറഞ്ഞേ? എല്ലാം ഒന്നും അടുപ്പിക്കണ്ട എന്റെ വക്കീലെ. എല്ലാം അടുപ്പിച്ചതിന് മാത്രമല്ലല്ലോ കാര്യങ്ങളൊക്കെ നടത്തുള്ളൂ. പിന്നെ നമ്മൾ പറഞ്ഞൊക്കെ ഓർമ്മയുണ്ടല്ലോ എന്ന് വേണം. എല്ലാം ഓർമ്മയുണ്ട് മാഡം. മാഡം ധൈര്യമായിട്ട് ഇരുന്നോളാൻ പറയാണ്. പിന്നെ കാണിക്കുന്ന പ്രകാശം നേരെ സരുവിന്റെ വീട്ടിലേക്ക് ചെല്ലുക. സരുവിന്റെ വീട്ടിൽ ചെന്ന് കോളിംഗ് ബെൽ അടിച്ചു. സരു വന്ന് വാതിൽ തുറന്നു. ആഹാ, പ്രകാശനോ? ഞാനൊന്ന് കാണാൻ വേണ്ടി ഇരിക്കുവായിരുന്നു പറയാണ്. അപ്പൊ പ്രകാശൻ അമ്മേനെ കാണാൻ വന്നായിരിക്കും അല്ലേന്ന് ചോദിക്കുക. അതെ, ഞാൻ അമ്മേനെ കാണാൻ വേണ്ടി മാത്രമല്ല, അമ്മേനെ വിളിച്ചോണ്ട് പോകാനും കൂടി വന്നാന്ന് പറയും. അമ്മേനെ വിളിച്ചോണ്ട് വരാൻ? അതെ, ഇവിടുത്തെ ജോലി മതിയാക്കി എന്ന് പറയാൻ എൻ്റെ അമ്മ. ഇത് കേട്ടോടാണ് ഭാനുമതിയമ്മ അങ്ങോട്ട് വരുന്നത്. ഭാനുമതിയമ്മ പറഞ്ഞു, നീ എന്തൊക്കെയാ പ്രകാശെ പറയണേ? നിനക്ക് എന്നെ ബോധം വിവരം ഇല്ലേ? അമ്മ എന്താ പറയണേ? അമ്മ ഇനിയിപ്പോ ജോലിക്ക് പോകണ്ട. പ്രായമായ അമ്മേനെ ജോലിക്ക് വിട്ടിട്ട് ഈ തടിമാടനായ എനിക്ക് വീട്ടിൽ സൂചിച്ചിരിക്കാൻ പറ്റുമോ? എന്റെ പ്രകാശ, നിനക്ക് 2 അറ്റാക്ക് കഴിഞ്ഞാൽ ആ ഒരു ബോധം വേണമെന്ന് പറയാം. അമ്മ ആ ഒരു ഓർമ്മയൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പൊ ഞാൻ ഇങ്ങോട്ട് വന്നേക്കുന്നത്. എന്റെ അമ്മ ഇനി പണിയാൻ പോണ്ട. നമുക്ക് അത്യാവശ്യം ചെലവിനുള്ള പൈസയൊക്കെ ഞാൻ ഉണ്ടാക്കിയാണെന്ന് പറയാം. അതിന് നിനക്ക് ഇവിടുന്ന് വല്ല ജോലിയുണ്ടോ? ജോലിയൊക്കെ എനിക്ക് കിട്ടിയമ്മയെന്ന് പറയണം. പിന്നീട് നേരെ സരുവിന്റെ അടുത്തേക്ക് എന്നിട്ട്, അല്ല ഇവിടെ അമ്മ എത്ര ദിവസം പണിതിട്ടുണ്ടെന്ന് ചോദിക്കാം. ഈ സമയം ഭാനുമതിയമ്മ പറഞ്ഞു 4 ദിവസം. അപ്പൊ ഒരു ദിവസം 250 രൂപ വെച്ച് 4 ദിവസം. അപ്പൊ ഇങ്ങനെ പ്രകാശം പൈസ കണക്ക് കൂട്ടി. പിന്നീട് സരുവിന്റെ അടുത്തേക്ക് കുറച്ച് പൈസയും എടുത്ത് നീട്ടുക. ഇതെന്താ പ്രകാശം ഇത്? അല്ല, കാര്യം പറഞ്ഞ ഇങ്ങോട്ടാണ് പൈസ തരണ്ടേ. എന്റെ അമ്മ ഇവിടെ കുറെ ദിവസം ജോലി ചെയ്തു. പക്ഷേ അന്നൊക്കെ അമ്മ കുറേ ഫുഡൊക്കെ വീട്ടിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഫുഡിന് പൈസ വേണമല്ലോ. ഞങ്ങൾക്ക് അങ്ങനെ ആരുടെ ഓസൊന്നും വേണ്ട. പറഞ്ഞു കേട്ടല്ലോ. അതുകൊണ്ട് ഈ പൈസ വെച്ചേക്കാരും പറഞ്ഞിട്ട് ആ പൈസ അങ്ങോട്ട് എടുത്ത് കൊടുക്കുവാണ്. 1000 രൂപ അങ്ങോട്ട് എടുത്ത് കൊടുക്കുവാണ്. ഇത് കേട്ടതും സരിയ പറഞ്ഞു, കൊള്ളാം, നിങ്ങളാ കല്യാണിന്റെ അച്ഛൻ തന്നെ ഇപ്പൊ തെളിയിച്ചു കഴിഞ്ഞിരിക്കുന്നു പറയണം. ഇത് കേട്ടൻ പ്രകാശന് ദേഷ്യം വന്നു. എന്ത് വേണം നീ പറഞ്ഞു, പക്ഷെ അവളുടെ അച്ഛനാ ഞാനെന്നുള്ള കാര്യം മാത്രം പറയരുത്. ഞാൻ ഓർക്കാൻ ഒരിക്കലും ഇഷ്ടപ്പെടാത്ത കാര്യം അതെന്ന് പറയാം. പിന്നീട് ഭാനുമതിയമ്മയോട് പറഞ്ഞു, അമ്മ വാ അമ്മേ. അല്ല പ്രകാശ, അമ്മ ധൈര്യമായിട്ട് വാ എന്ന് പറഞ്ഞ് അമ്മയുടെ കയ്യിൽ ഇങ്ങോട്ട് കയറി പിടിക്കണം. ഭാനുമതിയമ്മയുടെ പിടിച്ചങ്ങോട്ട് പുറത്തേക്ക് ഇറങ്ങണം. എന്നിട്ട് പറഞ്ഞു, നമുക്കിനി ഒരിടത്തോട് കയറാനുണ്ട്. അല്ല, എവിടെ കയറാനാ? എനിക്ക് വിശക്കുന്നുണ്ട് മോനെ എന്ന് പറയണം. വിശക്കുന്നുണ്ടോ? അമ്മയ്ക്ക് എന്ത് വേണം? അമ്മയ്ക്ക് എന്ത് ഫുഡ് വേണമെന്ന് പറഞ്ഞാൽ മതി, ഞാനിന്ന് കടയിൽ നിന്ന് വാങ്ങിച്ചു തരും. അമ്മയുടെ ഇഷ്ടപ്പെട്ട ഭക്ഷണം എല്ലാം മേടിച്ചു തരും എന്ന് പറയാം. അത് കേട്ടപ്പോൾ ഭാനുമതി അമ്മയ്ക്ക് ഭയങ്കര സന്തോഷമായി. പിന്നീട് നേരെ ചെല്ലുന്ന കിരണിന്റെ കല്യാണിന്റെ വീട്ടിലേക്കാണ്. ആ സമയം പുറത്തുനിന്ന് നേരെ വന്നോണ്ടായിരുന്നല്ലോ കിരണും കല്യാണി. അകത്തേക്ക് കയറാൻ തുടങ്ങുമ്പോഴാണ് പ്രകാശിന്റെ ഭാനുമതിയമ്മയുടെ വരവ്. ഇവരെന്തിനാ പോലും ഈ സമയത്ത് വന്നേ എന്ന് കല്യാണി കിരണിനോട് പറയണം. അങ്ങനെ പ്രകാശം വന്നിട്ട് ചോദിച്ചു, ഓഹോ, ഇപ്പൊ നിന്റെ ബിസിനസ് ഒക്കെ ഭയങ്കര ഡള്ളാന്ന് പറയുന്നത് കേട്ടല്ലോ കിരണേന്ന് പറയണം. പിന്നീട് പ്രകാശം തന്റെ പോക്കറ്റിൽ നിന്ന് കുറച്ച് പൈസയും കൊടുത്തു. അല്ല, നിനക്ക് ബിസിനസ് ഡള്ളാണെങ്കിൽ പൈസയ്ക്ക് ആവശ്യമെന്നാ പറയണം കേട്ടോ. എന്റെ ആവശ്യത്തിന് പൈസയുണ്ട്, വേണമെങ്കിൽ കുറച്ച് പൈസ തന്നെ സഹായിക്കാന്ന് പറയാം. കിരണിനും കല്യാണിക്ക് മനസ്സിലായി ഇയാൾക്ക് ഇവിടുന്ന് കുറച്ച് പൈസ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ടുള്ള ആ വരവാന്നുള്ള അല്പനർത്ഥം കിട്ടി അർദ്ധരാത്രിക്ക് കൊട പിടിക്കുന്ന പറഞ്ഞൊരു അവസ്ഥയാണ് പ്രകാശന്. പിന്നീട് പ്രകാശൻ പറഞ്ഞു, നീ എന്താ വിചാരിച്ചേ? നിന്റെ ഇവിടെ വന്നൊരു ജോലി ചോദിച്ചു കഴിഞ്ഞപ്പം നീ ആ ജോലി വന്നില്ലെങ്കിൽ ഞാൻ അവിടെ കിടന്ന് പട്ടി കിടന്ന് ചാകുകളെന്ന്. അതൊക്കെ വെറുതെ നിന്റെ തെറ്റിദ്ധാരണ മാത്രം എന്ന് കല്യാണി എന്ന് പറയണു. ഓഹോ, അങ്ങനെയാണോ? എന്നിട്ട് അങ്ങനെ അല്ലായിരുന്നല്ലോ അന്ന് വന്ന് ജോലി ചോദിച്ചേ. അല്ല, അത് പിന്നെ അന്ന് വന്ന് ചോദിച്ചു. പക്ഷെ ആ ജോലി കിട്ടിയായിരുന്നെങ്കിലും നിന്റെ മുഖത്ത് ഞാൻ വലിച്ചെറിയുണ്ടായിരുന്നുള്ളൂ. നിന്നെ ഒന്ന് പരീക്ഷിക്കാൻ വേണ്ടി ഞാൻ വന്നേന്ന് പറയാം. ഇത് കേട്ടപ്പോൾ കല്യാണി പറഞ്ഞു, അത് ഞങ്ങൾക്ക് മനസ്സിലാവുകയും ചെയ്തെന്ന് പറയാം. പെട്ടെന്ന് ഭാനുമതിയും പറഞ്ഞു, നീ എന്താ വിചാരിച്ചേ? അന്ന് ഒരു അടുക്കളപ്പണിയാളും തരാൻ പറഞ്ഞോണ്ട് ഞാൻ ഇവിടെ വന്നു കഴിഞ്ഞപ്പം നീ എന്നെ മൈൻഡ് പോലും ചെയ്തില്ല, ഇറക്കി വിടുവല്ലേ ചെയ്തേ. എന്നിട്ട് ഇപ്പൊ എങ്ങനെയുണ്ടെന്ന് ചോദിക്കാം. പ്രകാശം പറഞ്ഞു, എന്റെ അമ്മ അപ്പുറത്ത് മിറ്റം അടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നീ ഇവിടെ നിന്നിട്ട് മൈൻഡ് പോലും ചെയ്യത്തില്ലോ. നിനക്കൊക്കെ എന്തൊരു അഹങ്കാരമായിരുന്നു പറയാം. ഇപ്പൊ അതിനുള്ള തിരിച്ചടിക്കുള്ള സമയമായി കല്യാണി. ഇനി നീ ചെവിയെന്നുള്ളിൽ കാത്തിരുന്നോളാൻ പറയാണ്. കേട്ടൻ കല്യാണി പറഞ്ഞു, നിങ്ങൾ എന്നെ ഒന്നും ചെയ്യാൻ പോകുന്നില്ല. ഈ സമയത്താണ് ദീപ അങ്ങോട്ട് ഇറങ്ങി വരുന്നത്. ദീപനെ കണ്ടതും ഭാനുമതിയും പറഞ്ഞു, ആഹാ വന്നല്ലോ, തമ്പുരാട്ടി എഴുന്നള്ളി വന്നല്ലോ എന്ന് പറയാണ്. ദീപയുടെ അടുത്ത് എന്നിട്ട് പ്രകാശം പറഞ്ഞു, നീ ആരാന്ന നിന്റെ വിചാരം? വലിയ ആളാന്നോ? എനിക്കറിയാടി നിന്നെക്കുറിച്ചൊക്കെ. ഞാൻ കല്യാണം കഴിഞ്ഞ അന്ന് മുതൽ നിന്നെ കാണുന്നല്ലേ. പിന്നെ
നിനക്ക് പൈസയ്ക്ക് വല്ല ആവശ്യമുണ്ടെ പറയാൻ മടിക്കല്ലെന്ന് പറയാ. ഈ സമയം ദേവി പറഞ്ഞു, എടോ പൈസയ്ക്ക് ആവശ്യമുണ്ട് നിന്റെ മുന്നിൽ കൈ നീട്ടേണ്ട ആവശ്യം എനിക്കില്ല. അല്ലെങ്കിലും ഇതിനു മുമ്പ് നമ്മൾ ഒരുമിച്ച് ജീവിച്ച സമയത്തും നിങ്ങൾ പൈസ ഒന്നും കൊണ്ട് എൻ്റെ തന്നിരുന്നില്ലല്ലോ. പിന്നെ ഞാൻ എന്താ ഇപ്പൊ നിങ്ങളുടെ പിച്ചക്കാശ് മേടിക്കണേ? അതേടി പിച്ചക്കാശ്. നിനക്കിത് പിച്ചക്കാശൊക്കെയാന്ന് തോന്നും, പക്ഷെ ഇത് പിച്ചക്കാശൊന്നും അല്ലടി. ഞാൻ അധ്വാനിച്ചുണ്ടാക്കുന്ന പണമാ, അറിയാവോ? അല്ലാതെ നിന്നെപ്പോലെ ഓസി വന്ന് നിന്ന് കിടക്കുമല്ലെന്ന് പറയാം. കല്യാണം വന്ന് സൂക്ഷിച്ചും കണ്ടുമൊക്കെ സംസാരിക്കണമെന്ന് പറയാം എൻ്റെ അമ്മയോട്. പിന്നെ നിന്റെ അമ്മയോട് പറഞ്ഞ നീ എന്ത് ചെയ്യും? കിരൺ പറഞ്ഞു, എന്ത് ചെയ്യുമെന്ന് ഞാൻ കാണിച്ചത്, നിങ്ങളുടെ മൂക്കിടിച്ചാൻ പരത്തുമെന്ന് പറയാം. എന്നാ ഒന്ന് ഇടിച്ചു പരത്തറ, ഒന്ന് കാണട്ടെ എന്ന് പറയാം. അതേസമയം കിരണം പറഞ്ഞു, മര്യാദയ്ക്ക് ഇറങ്ങിപ്പോക്കോ, അതായിരിക്കും നിങ്ങൾക്ക് നല്ലത്. അല്ലെങ്കിൽ പിന്നെ ഞാൻ എന്തൊക്കെ ചെയ്തു കൂട്ടെന്ന് അറിയത്തില്ല. എന്റെ സ്ഥലകാല ബോധം നഷ്ടപ്പെട്ട് വരുന്നുണ്ടെന്ന് പറയാം. നീ ഒരു ചുക്ക് തന്നെ ചെയ്യാൻ പോകുന്നില്ലടാ. ഈ പ്രകാശനാണ് നിന്നെ കാണിച്ചു തരും, അറിയാവോ? നീയൊക്കെ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ ഏതോ ഒരു തുക്കടാച്ചി പണി എനിക്ക് കിട്ടിയിരിക്കുന്നത്. അങ്ങനെയൊന്നുമില്ലടാ, നല്ല അന്തസ്സുള്ള പണി തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. ഡ്രൈവർ പണി, ആവശ്യത്തിന് പൈസയും, ഒന്നിനും ഒരു വിഷമവും ഇല്ല. ഇനി ഞാൻ ജീവിച്ച് കാണിക്കും. എന്റെ മകനെ ജയിലിൽ നിന്ന് ഇറക്കുകയും ചെയ്യും. നീയൊക്കെ കണ്ടു ചെവിയെ നുള്ളിക്കൊള്ളാൻ പറയണം. ഈ സമയം കിരൺ പറഞ്ഞു, ഈ ഒരു അക്ഷരം ഈ വീട്ടിൽ നിന്ന് മിണ്ടിയിട്ടുണ്ടോ നിന്റെ കർണം അടിച്ച് പൊട്ടിക്കുന്നതാ. എന്നാ പൊട്ടിക്കടാ, എന്റെ കർണം അടിച്ച് പൊട്ടിക്കടാ. നീ എന്റെ കർണം അടിച്ച് പൊട്ടിക്കാൻ വന്നിട്ടുണ്ടല്ലോ, ഒന്നാ നിന്റെ കൈ പൊങ്ങുള്ളൂ, പിന്നെ പൊങ്ങത്തില്ല. കാരണം എന്താണെന്നറിയോ? നീ കുഴിക്കടിയിലായിരിക്കും. അന്നത്തോട് നിന്റെ ജീവിതം കൂടെ അവസാനിക്കുമെന്ന് പറയാണ്. ഇതും പറഞ്ഞിട്ട് പ്രകാശ് ഇങ്ങനെ പോരുകോഴിയെ പോലെ നിൽക്കുക. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കണ്ടത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.